തന്നെയാണ്. പക്ഷേ ഇവിടെ സന്ദീപ് ഈ കാണിച്ച കാര്യത്തിൽ എനിക്ക് ഇദ്ദേഹത്തെ അംഗീകരിക്കാനോ ഇദ്ദേഹത്തെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനോ തോന്നുന്നില്ല എന്നുള്ള കാര്യം ഞാൻ എടുത്തു തന്നെ പറയുകയാണ്. ഇവിടെ സന്ദീപ് കാണിച്ചത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ സ്വത്തുപരമായിട്ടുള്ള കാര്യം, ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്ത ഒരാളാണ് ഈ പറയുന്ന സന്ദീപ്. അപ്പോൾ പറയും ഈ സന്ദീപ് ബിഷപ്പിന്റെ പേരെങ്കിലും പറഞ്ഞില്ലല്ലോ. ഇതാണ് പലരും ഉന്നയിക്കുന്ന കാര്യം. പലരും അതിന്റെ കമന്റ് ബോക്സുകളിൽ മെഴുകുന്നതും അത് തന്നെയാണ്. എവിടെയും ബിഷപ്പിന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. എന്നാൽ വ്യക്തമായിട്ട് സന്ദീപിന്റെ വീഡിയോയിലൂടെ ഇത് പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പിന്റെ വോയിസ് വെച്ചിട്ടുണ്ട്, ബിഷപ്പിന്റെ ബന്ധുവിന്റെ വോയിസ് വെച്ചിട്ടുണ്ട്, ബിഷപ്പിന്റെ അച്ഛന്റെ പെങ്ങടെ വോയിസ് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ബിഷപ്പിന്റെ പേരെടുത്ത് ഈ സന്ദീപ് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. എല്ലാം പറയണമല്ലോ, എന്തായാലും ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ബിഷപ്പിനെ ഇത്രമാത്രം ദ്രോഹിക്കേണ്ട കുറ്റം അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അത് സന്ദീപ് തന്നെ പറയണം. മരിച്ചുപോയി. അപ്പോൾ ഈ കാര്യത്തിലേക്ക് കടക്കണമെങ്കിൽ ഇതൊരു സാങ്കല്പിക കഥയാണല്ലോ. ഈ സാങ്കല്പിക കഥ വേണമെങ്കിൽ റിയൽ സ്റ്റോറി ആക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒറിജിനൽ ആളുകൾക്ക് പൊള്ളി അവരെന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് പറയും ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഫുൾ എവിഡൻസ് കോടതി പേപ്പേഴ്സ് വിത്ത് സൗണ്ട് റെക്കോർഡിംഗ്സ് ഒരുപാട് കാര്യങ്ങൾ എന്നുള്ളതാണ്. പിന്നെ അവർ നൽകിയ ഒരു പവർ ഓഫ് അറ്റോർണി എല്ലാം നമ്മുടെ കൈകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തികച്ചും ഒരു സാങ്കല്പിക കഥ മാത്രമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വേണമെങ്കിൽ കാര്യമായിട്ട് എടുക്കാൻ നിങ്ങളുടെ താല്പര്യം എന്നുള്ളതാണ്. അപ്പോൾ ഈ പിന്നെ ഇനിയും എന്തെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ബിഷപ്പ് നോബൽ എന്ന് പുറത്ത് കാണിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് ഗവൺമെന്റ് പോർട്ടലിൽ ഏത് വ്യക്തിക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പബ്ലിക് ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട്. പബ്ലിക് ഡോക്യുമെന്റ്സ് പുറത്തുവിടാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരുന്നതാണ് എല്ലാം കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കേട്ടല്ലോ. ബിഷപ്പ് നോബൽ ഫിലിപ്പിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇത് പബ്ലിക്കിൽ കിടക്കുന്നതാണ്. ഇത് പോർട്ടലിൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഈ പറയുന്ന സന്ദീപ് തന്നെയാണ്. അപ്പം വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഈ പറയുന്ന സന്ദീപ് ബിഷപ്പിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് അരിയാഹാരം തിന്നുന്ന ആൾക്കാർക്ക് എല്ലാം മനസ്സിലാവും. പിന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിന് തെളിവാണ് ഞാനിവിടെ വെച്ചത്. പിന്നെ ഒന്നും കാണാതെ പോലീസ് സന്ദീപിനെ അറസ്റ്റ് ചെയ്യത്തില്ല. സന്ദീപിന്റെ വീട്ടിൽ പോയി സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കേസിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അല്ലാതെ കള്ളക്കേസാണെന്ന് പറഞ്ഞ് നടക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കള്ളക്കേസല്ല. സന്ദീപ് ഇപ്പോഴും കിടന്ന് എഴുതുന്നുണ്ട് ഇത് കള്ളക്കേസാണെന്ന്. കള്ളക്കേസല്ല. സന്ദീപ് ബിഷപ്പിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത്.